ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ ഇന്നലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാക്സും അതുപോലെ തന്നെ ബേസിക് HTML ടാക്സും പഠിച്ചു. പിന്നെ ലിസ്റ്റിൻ്റെ ടാഗും പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി എസ് എന്ന് പറയുന്ന ഒരു ടാഗ് വരുന്നുണ്ട് സ്ട്രൈക്കിന് വേണ്ടിയിട്ട്. അതും ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ കണ്ടന്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് സ്ട്രൈക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ക്യൂ ടാഗ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പീൻ്റെ അകത്ത് ഞാനൊരു കണ്ടന്റ് കൊടുത്തു, ഹലോ ABC എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് കൊടുത്തു. ഇതിന് ഞാൻ ഇങ്ങനെ ഒരു കോഡ്സ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കോഡ്സ് ഇതുപോലെ കൊടുക്കുന്നതിന് പകരം നമുക്ക് HTML പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാഗാണ് ക്യൂ എന്ന് പറയുന്ന ഒരു ടാഗ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് കോഡ്സിൽ അത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നതാണ് ഇനി ഒരു പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ടാഗ് കൂടി ഉണ്ട്. ഓക്കെ, പ്രോഗ്രസ് എന്ന് പറയുന്ന ടാഗ് ഇത് നമ്മൾ ഡൗൺലോഡിങ് പ്രോസസ്സൊക്കെ കാണിക്കുന്ന പ്രോഗ്രസ് ബാർസ് ഇല്ലേ, അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടാഗാണ് ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്, വാല്യൂ ആൻഡ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ മാക്സിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സ് 100 എന്ന് കൊടുക്കുന്ന സമയത്ത് 100% ഉള്ള ഒരു എന്ത് വന്നിട്ടുണ്ട്, പ്രോഗ്രസ് ബാർ വന്നിട്ടുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് അത് ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, 50 കൊടുക്കുന്ന സമയത്ത് 50% ഫിൽഡ് ആയിട്ട് നമുക്ക് വരും. കണ്ടു വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത ടാഗാണ് ടേബിൾ എന്ന് പറയുന്ന ടാഗ്. ടേബിൾ ടാഗിൽ ടി ഹെഡ്, ടി ബോഡി, ടി ഫൂട്ട് എന്ന് പറഞ്ഞിട്ട് 3 ടാഗുകൾ വരുന്നുണ്ട്. അത് HTML5 പുതുതായിട്ട് ആഡ് ചെയ്ത ടാഗുകളാണ്. അപ്പോൾ ടി ഹെഡ് എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ ഹെഡിങ് കണ്ടന്റിനെയും, അതുപോലെ ടി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിലെ ബോഡി കണ്ടന്റിനെ കാണിക്കാനും, അതായത് ടേബിളിൽ വരുന്ന ബാക്കി കണ്ടന്റ് ഹെഡിങ് അല്ലാതെയുള്ള കണ്ടന്റിനെ കാണിക്കാനും. ടി ഫൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൂട്ടർ കണ്ടന്റിനെ ഗ്രൂപ്പ് ചെയ്യാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യുക. TR എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്തു. അതിൽ TH എന്ന് പറയുന്ന ടാഗ് ടേബിൾ ഹെഡിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നെയിം എന്ന് കൊടുത്തു, ഫസ്റ്റ് കോളം. ദെൻ ഇത് സെക്കൻഡ് കോളമാണ്, THൽ ഏജ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ TR എന്ന് പറഞ്ഞ ഒരു റോയിനെ സൂചിപ്പിക്കുന്നു. ദെൻ ഈ ഫസ്റ്റ് TH ഒരു കോളം, ദെൻ രണ്ടാമത്തെ TH ഏജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളം. ഓക്കെ, അപ്പോൾ ടി ഹെഡ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി TRലേക്ക് വരാം, ഇനി ടി ബോഡിയിലേക്ക് വരാം. ദെൻ TR കൊടുത്തു. TR കൊടുത്തിട്ട് എനിക്ക് ടേബിൾ ഡാറ്റനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ THഉം TD എന്ന് പറഞ്ഞിട്ട് 2 ടാഗുകൾ വരുന്നുണ്ട്. അതിൽ TH വെച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ടേബിൾ ഹെഡിങ് ആയിരിക്കും, അത് ഒരു ബോൾഡ് ആയിട്ടായിരിക്കും നമുക്ക് ആ ടെക്സ്റ്റ് വരുന്നുണ്ടാവും. പക്ഷേ നോർമലി ടി ബോർഡിൽ TD കൊടുക്കുന്ന സമയത്ത് സാധാ ടെക്സ്റ്റ് പോലെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ABC കൊടുത്തു, ദെൻ ഒരു ഏജ് കൊടുത്തു, 21 എന്ന് കൊടുത്തു. അപ്പോൾ ഇതുപോലെ എനിക്ക് ഒരു 3-4 റോ വേണമെന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ ഞാനിത് റൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഒറ്റ റോ, ഫസ്റ്റത്തെ റോയിൽ നെയിം ഏജ് എന്ന് പറഞ്ഞിട്ട് ടി ഹെഡ് പാർട്ടും, അടുത്ത റോയിൽ ടി ബോഡി പാർട്ടിൽ ABC 21 എന്ന് പറഞ്ഞിട്ടുള്ള ആ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഒരു 3 റോ കൂടി ടി ബോഡിയിൽ വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുവാണേ. കൊടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത് വന്നിട്ടുണ്ട്. അടുത്തതാണ് ടി ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടി ഫൂട്ടിൽ TR കൊടുത്തു, TD കൊടുക്കുക, എൻഡ് ഓഫ് ടേബിൾ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കത് എൻഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് അലൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CSS വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കും. പിന്നെ പറയുന്നത് ഈ ഒരു ടേബിളിന് ബോർഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നു. CSS പഠിച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടേബിൾ ടാഗുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സിലേക്ക് വരാം. ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് 100% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, നേരത്തെ ഉള്ള ടേബിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ വിഡ്ത്ത് 100 കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു സൈസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഞാനിപ്പോൾ ഒരു 300 പിക്സൽ കൊടുത്താൽ ഹൈറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹൈറ്റ് ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കുവാണ്. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. പിന്നെ BG കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല.
അതുകൊണ്ടാണ് അതിനൊരു റെഡ് കളർ വന്നിട്ടുള്ളത്. ബോർഡറും ഇല്ല, ബി കളറും ഇല്ല. നമ്മൾ ഇതിന് പകരം CSSലെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബോർഡറിന് വേണ്ടിയിട്ട് CSSലെ ബോർഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് കോൾ സ്പാനും റോ സ്പാനും ആണ്. അപ്പോൾ കോൾ സ്പാൻ റോ സ്പാൻ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എൻഡ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഫൂട്ടറിൽ കിടക്കുന്ന ഈ ഒരു കണ്ടന്റ്, അത് ഈ നെയിം എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിലാണ് കിടക്കുന്നത്. എനിക്കിത് നെയിം ഏജ് എന്നുള്ള ഈ ഒരു കോളത്തിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ കോളം ആക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് TDയിൽ വരിക, എൻഡ് ഓഫ് ടേബിൾ ആ കണ്ടന്റ് എഴുതിയിരിക്കുന്ന TDയിൽ വരിക, കോൾ സ്പാൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, 2 കോളം അല്ലേ ഉള്ളത്, അതുകൊണ്ട് 2. അപ്പൊ എന്തായിട്ടുണ്ട്, ഇത് 2 കമ്പൈൻ ആയിട്ടുണ്ട്, 2 കോളം. ഇനി എനിക്ക് ടെക്സ്റ്റിനെ സെന്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി CSS യൂസ് ചെയ്യാം. പക്ഷെ ടേബിളിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അലൈൻ എന്ന് പറഞ്ഞിട്ട്, അലൈൻ സെന്റർ. ഓക്കെ, ഇപ്പൊ നമ്മൾ CSSൽ ടെക്സ്റ്റ് അലൈൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടേബിളിൽ ബിൽറ്റ് ഇൻ ആയിട്ട് അലൈൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും യൂസ് ചെയ്യുന്നില്ല CSS കാരണം. അപ്പൊ എന്താണ്, ഈ എൻഡ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടന്റ് സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ റോ സ്പാൻ എന്താന്ന് നോക്കാം. റോ സ്പാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ABC, ആദ്യത്തെ റോയിലെ ABC എന്ന് പറയുന്ന ആളുടെ ഏജ് 22 ആക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ വരുന്ന 2 പേർക്കും എന്താണ്, ഏജ് 21 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് 2 പേരും ഉണ്ട്, ഒരേ ഏജും ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഒരെണ്ണാക്കി കൊടുക്കാൻ പോവാണ്. 21 എന്നുള്ളത് ഒറ്റ റോയിലാക്കി കൊടുക്കാൻ പോകും. അതായത് ഈ 2 റോയിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ റോ ആക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഈ ലാസ്റ്റത്തെ ആളിൽ നിന്നും എന്ത് ചെയ്തു, അവരുടെ ഏജ് കളഞ്ഞു. then ഇയാളുടെ പേര് ഞാൻ ഒന്ന് മാറ്റാം, PQR എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ഡിഫറെന്റ് ആളുകളാണ്, അവർക്ക് ഒരേ ഏജ് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നാ നോക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ റോ സ്പാൻ ചെയ്യാം. റോ സ്പാൻ എത്ര റോസിനെയാണ് എനിക്ക് കമ്പൈൻ ചെയ്യേണ്ടത്, 2 എണ്ണം. ഓക്കെ, അപ്പൊ അത് കൊടുത്തു. അപ്പൊ എന്താണ്, ഇപ്പോൾ ABCക്കും PQRനും 21 ആണ് ഏജ് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് റോ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലിങ്ക്സ് ആണ്. HTML-നകത്ത് ലിങ്കുകൾ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് ടാഗ്, ആങ്കർ ടാഗ് എന്ന് അതിനെ പറയാം, അത് യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് href എന്ന് പറയുന്നത്, അട്രിബ്യൂട്ട് ആണ്. അത് എങ്ങോട്ടേക്ക് പോകണം, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള പാത്താണ് നമ്മൾ hrefൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ടാഗിന്റെ അകത്ത് ഒരു ടെക്സ്റ്റ് കൊടുക്കണം. ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്തു. അപ്പൊ എന്താണ്, അത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ടേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അത് hrefൽ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഞാൻ home.html കൊടുത്തിട്ടുണ്ട്, അതിന്റെ അകത്ത് ദിസ് ഈസ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് അവിടെ കൊടുത്തു. ദെൻ നമുക്ക് ചെയ്തു നോക്കാം പോകുന്നുണ്ടോന്ന് അറിയാം. ഗോ ക്ലിക്ക് ചെയ്തു, പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ home.html കാണാം, പോയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വർക്കായി. ഇനി ലിങ്കിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ടാർഗറ്റ് 4 വാല്യൂസ് ആണ് വരിക, ബ്ലാങ്ക്, ടോപ്പ്, സെൽഫ് ആൻഡ് പാരന്റ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ബൈ ഡിഫോൾട്ട് സെൽഫ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഒന്നുകിൽ ഇങ്ങനെ സെൽഫ് എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കണ്ട, ടാർഗറ്റ് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യേണ്ട. അപ്പൊ നമുക്ക് എന്താണ്, സെൽഫ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ്, അതേ ഡോക്യുമെന്റ് അതേ ടാബിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മള് ടാർഗറ്റ് ബ്ലാങ്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ പുതിയൊരു ടാബിലേക്കായിരിക്കും ഓപ്പൺ ആവുന്നുണ്ടാവുക. ഓക്കെ, ഗോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ടാബ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ദിസ് ഈസ് ഹോമിന്റെ home.html പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പാരന്റും ടോപ്പും നമ്മള് ഈ ഒരു ലിങ്കുകളൊക്കെ നെസ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കുക. അത് iframe ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ഉപയോഗം വരുന്നുണ്ടാവുക. പിന്നെ നമുക്കിനി പഠിക്കാനുള്ളത് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഓക്കെ, ഈ ടാഗ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസുകളെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പേജുമായിട്ട് എക്സ്റ്റേണൽ സോഴ്സസുകളെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, അനദർ ഡോക്യുമെന്റ്സിനെയൊക്കെ. അതില് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ REL കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ആണ് എന്നുള്ളതാ പറയുന്നത്. സ്റ്റൈൽ ഷീറ്റ് ആണ്. ഇപ്പോൾ CSSനെ ആണ് എനിക്ക് ലിങ്ക് ചെയ്യേണ്ടതെന്ന് വെക്കാം. ദെൻ href എന്ന് പറയുന്ന വേറൊരു ആട്രിബ്യൂട്ടും കൂടി വരുന്നുണ്ട്. അതിന്റെ അകത്ത് ആ CSS ഫയലിന്റെ എന്ത് പറഞ്ഞു കൊടുക്കും,
നമ്മൾ അതിൻ്റെ ഒരു പാത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ വെറുതെ സ്റ്റൈൽ ദെൻ CSS ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. style.css ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വെറുതെ style.css ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിലൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ലിങ്ക് ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് കൊടുക്കേണ്ടത് ഹെഡ് പാർട്ടിലായിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പിന്നീട് പറയും. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ സോഴ്സസുകളെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിങ്ക് എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത് iframe ആണ്. iframe എന്ന് പറയുന്നത് അനദർ ഡോക്യുമെന്റിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു കറണ്ട് പേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. SRCയിലാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു HTML ഡോക്യുമെന്റ് ആണെങ്കിൽ അതിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ കൊടുക്കുന്നത് വിക്കിപീഡിയയുടെ ഒരു ലിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് iframeനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ iframe 1 എന്ന് കൊടുത്തു. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, iframeന്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ ഞാൻ 100% കൊടുത്തു. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, ഹൈറ്റ് ഈക്വൽ ടു 300 പിക്സൽ എന്ന് കൊടുത്തു. ഓക്കെ, അതും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ആങ്കർ ടാഗിനെയും iframeനെയും കൂടി ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വെബ് പേജിലെ ഡിഫറെൻറ്റ് കണ്ടന്റിലേക്കൊക്കെ നാവിഗേഷൻസ് ചെയ്യാനായിട്ട് എൻ്റയർ പേജിനെ റീലോഡ് ചെയ്യാതെ നമുക്ക് iframeനെയും എ ടാഗിനെയും കൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ ഒരു വെബ് പേജിലെ ഡിഫറെൻറ്റ് പേജിലോ കണ്ടന്റിലോ എൻ്റയർ പേജിനെ റീലോഡ് ചെയ്യാതെ നാവിഗേഷൻസ് ചെയ്യാനാണ് നമുക്ക് അത് അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് എ ടാഗിലെ ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇവിടെ യൂസ് ചെയ്യണം. ഇവിടുത്തെ ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. ദെൻ ഈ നെയിമിനെ ഞാൻ എങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്, ഈ ഒരു ടാർഗറ്റിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് iframeന്റെ അകത്ത് എന്തുണ്ട്, വിക്കിപീഡിയ എന്നുള്ളതുണ്ട്. ഓക്കെ, ദെൻ ആ ഒരു എ ടാഗിന്റെ അകത്തുള്ള ഈ ഒരു ലിങ്ക് ഇല്ലേ, ഗോ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ iframeലേക്ക് ആര് വരും, home.html വരും. ഈ വിക്കിപീഡിയ എന്നുള്ള കണ്ടന്റ് മാറും. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഗോ ക്ലിക്ക് ചെയ്തു, വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.